ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറിലോട്ടൊന്ന് പോയാലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബേസിക് സ്കിൻ കെയർ ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിൽ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഫേസ് വാഷ് ഇട്ട് നന്നായിട്ടൊന്ന് മുഖം ഒന്ന് കഴുകണം കേട്ടോ. ആദ്യം നല്ല വൃത്തിയിൽ കഴുകി നല്ലൊരു ഈർപ്പില്ലാത്ത തുണി കൊണ്ട് നന്നായി തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്കിൻ കെയറിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ്. അപ്പോൾ നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ട് നല്ല മുഖത്തുള്ള എന്താ പറയാ നമ്മുടെ ടാനും കാര്യങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ലാക്ടോ കലാമിൻ്റെ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ളത്. എൻ്റെ സ്കിൻ അത് പറ്റുന്ന കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കംഫർട്ട് ഉള്ളത് അത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ടാണ് പോണത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ക്ലെൻസിങ് കേട്ടോ. അപ്പം നേച്ചറിൻ്റെ ക്ലെൻസറും ടോണറും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും നമുക്ക് അണ്ടർ 200 ഇടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്ലെൻസിങ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. മുഖം നന്നായിട്ട് ഒന്ന് റൗണ്ടിൽ മസാജ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു തുണി കൊണ്ട് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖം കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് നമ്മുടെ മുഖത്ത് ഇരിക്കും. അപ്പോൾ ക്ലെൻസിങ് മിൽക്ക് നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നേച്ചറൽസിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അണ്ടർ ബഡ്ജറ്റാണ്. നിങ്ങൾക്ക് നല്ലത് കുറേ നല്ല നല്ല പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന സ്യൂട്ടായുള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മുഖം തുടച്ച് കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്കൊന്ന് പോവാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കണ്ടാലോ. അടുത്ത് നന്നായിട്ടൊന്ന് ടോൺ ചെയ്യാന്നുള്ളത്. മുഖം നന്നായിട്ട് ടോണർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ നേച്ചറിൻ്റെ ടോണർ എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു റോസിൻ്റെ ഒരു നമ്മുടെ എന്താ പറയുക റോസ് വാട്ടറിൻ്റെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ. അപ്പോൾ റൈസ് ടോണറൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചൂസ് ചെയ്യാം. നല്ല സ്മെല്ലാട്ടോ ഇതിൻ്റെ. അപ്പോൾ നന്നായിട്ട് മുഖത്തൊന്ന് അത് അബ്സോർബ് ആവുന്ന വരെ ഒന്ന് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടൊന്ന് പോയാലോ. ചെറുതായിട്ട് പോയാലൊന്ന് പോയിട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ എന്താണെന്ന് നോക്കാം. ഒരു സെറാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പോൺസിൻ്റെ ആണ് എടുത്തുള്ളത്. അത് നല്ലൊരു സ്മെല്ലാണ്. പിന്നെ അണ്ടർ ബഡ്ജറ്റും ആണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പോൺസിൻ്റെ നമുക്ക് കുറച്ച് റേറ്റ് കുറവിലൊക്കെയാണ് നോക്കുന്നത് ചെയ്ത് അടിപൊളിയാണ്. സ്കിന്നിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഫേസർ എടുത്ത് നന്നായിട്ട് മുഖത്തൊന്ന് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ടൊന്ന് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് സ്കിൻ കെയറിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഞാൻ അതാണ് ഓൾറെഡി അതിൽ ഒരു എന്താ പറയുക ഫസ്റ്റ് അത് ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നേച്ചറിലെ തന്നെ മോയ്സ്ചറൈസർ ആണ് എടുത്തിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐ ക്രീം ആട്ടോ. അപ്പോൾ ഐ ക്രീം കണ്ണിൻ്റെ താഴെയായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടി നല്ലതാട്ടോ ഇത് ഐ ക്രീം. ഏതായാലും യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എനിക്ക് പറ്റുന്നൊരു ബ്രാൻഡിൻ്റെ ആട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സൺസ്ക്രീൻ ആട്ടോ. ഞാൻ നേച്ചേഴ്സിൻ്റെ തന്നെ എടുത്തിട്ടുള്ളത് സൺസ്ക്രീൻ. അപ്പോൾ നല്ല SPF 30+ ആട്ടോ അത്. അപ്പോൾ വലിയ എന്താ പറയുക ഞാൻ ഒരു ബിഗിനറായ കാരണം തന്നെ എനിക്ക് അത്രയും അടിപൊളി പ്രൊഡക്ട്സ് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സ്കിൻ കെയർ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മുടെ ഒരു രാവിലെ നമുക്ക് പോകുമ്പോൾ അത്യാവശ്യം വേണ്ട സ്കിൻ കെയർ പാക്കേജ് ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.